കോഴിക്കോടേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആ വാർത്തയിലേക്ക്. കാരണം വടകരയിൽ കാരവാനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ്. ഫോറൻസിക് വിരലടയാള ഡോഗ് സ്ക്വാഡ് സംഘങ്ങൾ രാവിലെ മുതൽ പരിശോധന ആരംഭിക്കും. മരണകാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. വിശദാംശങ്ങൾ ഇംതിയാസ് കരീം നൽകും. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. പോലീസിന്റെ പരിശോധനകൾ, ഫോറൻസിക് വിദഗ്ധരുടെയും ഡോഗ് സ്ക്വാഡിന്റെയൊക്കെ പരിശോധനകൾ അവിടെ പുരോഗമിക്കുകയാണോ? എന്തെങ്കിലും വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായി ലഭ്യമാണോ ഇംതിയാസ്? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ വടകര കരിമ്പനപ്പാലത്തിന് സമീപം കാരവനിൽ 2 പേർ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഡോഗ് സ്ക്വാഡ് അതുപോലെ തന്നെ ഫോറൻസിക് സംഘം വിരലടയാള വിദഗ്ധരെല്ലാം എത്തിക്കൊണ്ട് ഇവിടെ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതാണ് ആ കാരവൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് ഈ കെട്ടിയ ഈ മറ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഭാഗത്തുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം തന്നെ ഇപ്പോൾ വിവിധ സംഘങ്ങൾ ചേർന്നുകൊണ്ട് നടത്തി വരികയാണ്. ഡോഗ് സ്ക്വാഡും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഉച്ചയോടുകൂടി ഇതിന്റെ മുഴുവൻ പരിശോധനകളും പൂർത്തിയാക്കി മരിച്ച മനോജിന്റെയും അതുപോലെ തന്നെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ജോയലിന്റെയും മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരു പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരിക. നമ്മൾ നേരത്തെ തന്നെ സംശയിച്ച പോലെ തന്നെ ഇതൊരു ഈ അകത്ത് ഈ കരിമ്പന ഭാഗത്ത് സമീപത്ത് കാരവൻ നിർത്തി അതിനുള്ളിൽ ഇരുവരും AC ഓണാക്കി ഉറങ്ങിയത് കൊണ്ട് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണോ ഇരുവരും മരിച്ചത് എന്ന ഒരു വിവരം, അത് പോസ്റ്റ്മോർട്ടം നടപടികളും ബാക്കി പരിശോധനകളെല്ലാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാനാവൂ. ശരീരങ്ങൾ അവിടെ നിന്നും മാറ്റിയോ? ആശുപത്രിയിലേക്ക് മറ്റ് നടപടികൾക്കായി കൊണ്ടുപോയോ? ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ആ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നും സംഘമെത്തി ഈ മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഉച്ചയോടെ രാവിലെ 7 മണിയോടെയാണ് ഇത്തരത്തിൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു കാരവൻ നിർത്തിയിടുന്നത് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ പലർക്കും സംശയമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുമുണ്ടായിരുന്നു. പിന്നീട് ഇത് മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു പൊന്നാനിയിലെ തന്നെ ഒരു നാസർ എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കാരവൻ. അദ്ദേഹമാണ് ഈ വടകരയിൽ തൻ്റെ സുഹൃത്തിനെ വിളിക്കുകയും ആ സുഹൃത്ത് വഴി ഇങ്ങോട്ടേക്ക് എത്തി ഈ കാരവൻ പരിശോധിക്കുകയായിരുന്നു. ആ സമയത്ത് കാരവനിൻ്റെ വാതിൽ ഇവർക്ക് തുറക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ നാട്ടുകാർ പറഞ്ഞത്. അങ്ങനെ സാധിക്കാതെ വന്നപ്പോൾ ഉടനെ തന്നെ മറ്റു നാട്ടുകാരെ അറിയിക്കുകയും പോലീസിനെ അടക്കം അറിയിച്ച് പോലീസ് എത്തി ഈ വാതിൽ തുറന്നു നോക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ വാതിൽ പടിയിൽ ഒരാളെയും അതുപോലെ തന്നെ കാരവന്റെ അകത്ത് മറ്റൊരാളെയും അങ്ങനെ രണ്ടു പേരെ മരിച്ച നിലയിൽ ഇവർക്ക് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾ ഇവിടെയുള്ള ആളാണോ? ഇത് എപ്പോഴാണ് ഇന്നലെ കണ്ടെത്തിയത്? എപ്പോഴാണ് ഈ കാരവൻ എപ്പോഴാണ് ഇന്നലെ ഇവിടെ ഇങ്ങനെ കണ്ടെത്തിയത്? കാരവൻ ഇന്നലെ ഒരു 11 മണിക്ക് രാവിലെ ഉണ്ട് ഇവിടെ. രാവിലെ തങ്ങൾ ആരും ശ്രദ്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഇവരൊരു ബന്ധുക്കൾ കാണാത്തതുകൊണ്ട് ഇവിടെയുള്ള ഒരു ആക്സിസ് ബാങ്കിലെ ഒരാളെ വിളിച്ച് അയാൾ വന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. തുറക്ക സമയത്ത് തുറക്കാൻ പറ്റിയിരുന്നു വന്നവർക്ക്? അയാൾക്ക് പിന്നെ ശക്തിയിൽ വലിച്ചപ്പോഴാണ് ഇത് തുറന്ന് കിടക്കുന്നത്. അന്നേരം കോണീൻ്റെ മുകളിലായിട്ട് കിടക്കുന്ന കാണുന്നത്. കോണീൻ്റെ മുകളിൽ ആരായിരുന്നു ഉണ്ടായിരുന്നു? ഒരു നീല ഷർട്ടുള്ള ആൾ, പിന്നെ ഒരു ബെർത്തിന് വേറെ ആളുണ്ട്. പിന്നെ ആരും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. പോലീസിനെ വിളിച്ച് പോലീസ് വന്നതാണ്. ഇവരുടെ ശരീരത്തിൽ എന്തെങ്കിലും ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയിരുന്നോ? അല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. ഉടനെ തന്നെ പോലീസിനെ അറിയിക്കായിരുന്നു? അന്നേരം തന്നെ ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് എപ്പോഴെത്തിയ? സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് രാത്രിയോടെയാണോ സംഭവം ഇവര് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്? ഇന്നലെ ഒരു 7:45 രാത്രി തന്നെ പരിശോധന ആരംഭിച്ചു? അതെ. പിന്നെ ഈ ഉടമ ഇങ്ങോട്ടേക്ക് എത്തിയോ? അങ്ങനെ ഉടമയെ കുറിച്ച് പിന്നെ ഇതിന്റെ ഉള്ളിലുണ്ട്. വരെ ബന്ധുക്കളെല്ലാം ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഉണ്ട്. ഈ കാർബൺ മോണോക്സൈഡ് ആണ് എന്നുള്ളൊരു അങ്ങനെ ഒരു സംശയം പറയുന്നുണ്ടാരെങ്കിലും? അത് അവര് പോലീസിന്റെ സംശയമാണ്. നമുക്ക് വേറെ ഇവിടെ ഒരു വലിയ സംശയാസ്പദമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. വേറെ ഒന്നുമില്ല. ഇത് രാവിലെ ഇതിങ്ങനെ ഒന്നാമത് KTDC കൊണ്ട് അവിടെ പോയതായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് ജനങ്ങൾ ഉള്ളത്. പക്ഷെ ഭക്ഷണം കഴിക്കാൻ ആയിരിക്കാനോ അല്ലെങ്കിൽ സൈഡായിട്ട് നിർത്തിയിട്ട് അവർ ഉറങ്ങിയതോ എന്തോന്ന് അറിയില്ല, കൃത്യമായിട്ട് അറിയില്ല.
അത് തന്നെയാണ് മൂർത്തി. ഇത് കൃത്യമായിട്ട് എന്താണ് കാരണമെന്ന് ആർക്കും കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഇവർ ഇവിടെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട്, കാരണം കണ്ണൂരിൽ ഒരു വിവാഹ സംഘത്തെ ഇറക്കി ഇവർ എന്താണ് സംഭവമെന്ന് കൃത്യമായി അടുത്ത മണിക്കൂറിലൊക്കെ നമുക്ക് അറിയാൻ കഴിയുമെന്ന് കരുതാം. കാരണം പോലീസും ഫോറൻസിക് വിദഗ്ധർ, വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ അവിടെ പരിശോധന നടത്തുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. വിശദാംശങ്ങളാണ് ഇംതിയാസ് കരീം നൽകിയത്.